ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ എല്ലാവർക്കും എന്താണ് എൽസ ശ്രദ്ധിപ്പിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. അധികം താമസിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഒരു minute. പറ്റില്ല. ഓക്കെ, ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇക്വേഷൻ ചാപ്റ്റർ 2 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് മൊത്തത്തിൽ ഇതിന്റെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ. അപ്പൊ ചാപ്റ്റർ 2 ഇക്വേഷൻ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്നിരുന്നാലും കുറെ ആളുകൾക്ക് ഡൗട്ട് ഉള്ള ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നോട്ട്സ് ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, ഓക്കെ. ഇക്വേഷന്റെ അകത്ത് നമുക്ക് എന്താണ് മാത്തമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി ആണ് എന്താ നമ്മൾ പറയുന്നത്. ഓരോ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഏതൊക്കെ തരം ഇക്വേഷൻസ് ഉണ്ട് മക്കളെ? നമുക്ക് ഏത് തരം ഇക്വേഷൻസ് ഉള്ളത്? ഒന്നുള്ളത് ലീനിയർ ഇക്വേഷൻ അല്ലെ. ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ എന്താണ് 3 തരം ഇക്വേഷൻസ് ആണ് നമുക്ക് ഇനിയുള്ള പഠിക്കാനായിട്ട് ഉള്ളത്. ലീനിയർ ഇക്വേഷൻ തന്നെ എന്തുണ്ട്? വൺ വേരിയബിളിന്റെ ഉണ്ട്, എന്താണ് 2 വേരിയബിളിന്റെയും ഇക്വേഷൻ ഉണ്ട് അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിന് നമുക്ക് ഇപ്പം എന്താണ് വൺ വേരിയബിൾ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷന്റെ വൺ വേരിയബിൾ ഇക്വേഷൻ ഏതൊക്കെയാണ്? നമുക്ക് ഒരു ഉദാഹരണത്തിന് എന്താണ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 ജനറൽ ഫോമിലാട്ടോ എഴുതണേ. എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പൊ എന്താ 2 വേരിയബിൾ സാറേ? എന്താണ് സാരം? 2 വേരിയബിൾ ഉണ്ടാവും. എക്സ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. മനസ്സിലായോ? ഇവിടെ എന്താ എക്സ് എന്ന് പറഞ്ഞ വൈ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് എന്തിനുണ്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താ സാറേ? നോക്കിയോ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമ്പോ നമുക്ക് എന്തായിരിക്കും? അതിന്റെ പവർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കി ഇവിടെ മക്കളോട് ശ്രദ്ധിച്ച് ഉണ്ടാവും. ഇവിടെ എഴുതിയേക്കണേ പവർ 2. ഇതിന്റെ മുകളിലെ പവർ എന്താണ്? 1 ആണ് അല്ലെ. ഇതിന്റെ മുകളിലും എന്താണ്? 1 ആണ്. ഇതിന്റെ മുകളിലും 1 ആണ്. അപ്പൊ എന്താ സാറ് ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യൂബിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പവർ 2 അല്ലേ. അപ്പൊ ക്യൂബിക്കിനെ വെച്ച് എന്താണ് 3 അല്ലേ. അപ്പൊ എന്തായിരിക്കും? പവർ 3 ആയിരിക്കും. പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0. ഇതാണ് എന്താ പറയണേ ഇക്വേഷന്റെ ജനറൽ ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ക്യൂബിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിന് ഓരോ വാല്യൂ കൊടുക്കാം. എക്സിന് ഓരോ വാല്യൂ കൊടുത്ത് നമുക്ക് ക്യൂബിക് ഇക്വേഷന്റെ ഏരിയയിലോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ക്യൂബിക് ഇക്വേഷൻ വരുന്നത്. പിന്നെന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടുതലായിട്ടും സോൾവ് ചെയ്യുന്നത്. പേടിക്കണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് വെച്ച് തന്നെ പറഞ്ഞുതരും. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു ഓവറോൾ ഐഡിയ കിട്ടുക. ഓക്കെ, ഇപ്പം റിപ്പീറ്റേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് സമ്മറപ്പ് ചെയ്യണം. എന്താണ്
ഫ്രഷേഴ്സ് ആണെങ്കിൽ ഈ ചാപ്റ്ററിലേക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഈ രീതിയിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നു. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാര്യം പറഞ്ഞു. ലീനിയർ ഇക്വേഷൻ മക്കളെ നമുക്ക് വലിയ കാര്യത്തിൽ പഠിക്കാനൊന്നുമില്ല. ലീനിയർ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് നമുക്ക് കടക്കാം. അതിന്റെ മുമ്പ് ലീനിയർ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് രണ്ട് കണക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് മക്കളെ, ഒരു ഉദാഹരണത്തിന് 5x + 6 = 0 എന്നൊരു ചോദ്യം. അപ്പൊ എക്സ് എത്രയാണ്? ഇതാണ് ലീനിയർ ഇക്വേഷന് സോൾവ്. പേടിക്കേണ്ട, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലീനിയർ ഇക്വേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഈസി ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വലിയ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ്. ഇന്നത്തെ പഠിക്കണം. ഓക്കെ, ഈസി ആണ് ഞാൻ പറഞ്ഞതേ. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ഒക്കെ എന്താണ് ഈക്വലിന്റെ അപ്പുറം പോകുമ്പോ എന്താണ് വരിക. അതിനു വേണ്ടി ഇവിടെ നമുക്കൊരു ചാർട്ട് പോലെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, എന്താണ് ശ്രദ്ധിച്ചേ, മൈനസ് ആണ് നമ്മൾ ഈക്വലിന്റെ അപ്പുറം പോണെങ്കിൽ നമ്മൾ എന്തിടും? പ്ലസ് ഇടും. ആണല്ലോ. പ്ലസ് ആണെങ്കിലോ ഈക്വലിന്റെ അപ്പുറം പോണേ, അത് മൈനസ് ആകും. മനസ്സിലായോ? അപ്പൊ പ്ലസ് ആണെങ്കിൽ അപ്പുറം ഈക്വലിന്റെ അപ്പുറം പോകുമ്പോ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഇൻറ്റു ആണെങ്കിൽ എന്തായിരിക്കും? അപ്പുറത്ത് പോകുമ്പോ അത് ഡിവൈഡ് ആയി മാറും. ഓക്കെ, ഇനി ഡിവിഷൻ ആണെങ്കിലോ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓക്കെ, ഒരു ഉദാഹരണത്തിന് എന്താണ് ഉദാഹരണത്തിന് -5 = -5 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും മക്കളെ തന്നെ? +5 ആയിരിക്കും. ഇത് ഈക്വൽ ടു വെച്ച് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയുള്ള വാല്യല്ല, -= ആ അർത്ഥത്തിലല്ല പറയുന്നത്. മനസ്സിലാവുന്ന വിചാരിക്കുന്ന ഒരു ഈക്വലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെ മാറുന്നു എന്നാണ്. ഇനിയിപ്പോ ഇവിടെ +5 ആണെങ്കിലോ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തായിരിക്കും? -5 ആയിരിക്കും. അതേപോലെ ഇൻറ്റു 5 ആണ് വന്നെങ്കിൽ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് /5 ആയിരിക്കും. ഇനി 1/5 = അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്? *1 ആണ് വരുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരും. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇതാണ് എന്തൊരു കോമൺ സിനാ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തന്നേക്കുന്ന ഇക്വേഷൻ 5x + 6 = 0 ആണല്ലേ. അപ്പൊ നമുക്ക് x = എത്രയാണല്ലേ മക്കളെ വേണ്ടത്? അതിനുവേണ്ടി 5h ഇവിടെ നിർത്തി ഈക്വൽ ടു ഇടുന്നു. ഈ +6 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? ഈക്വലിന്റെ അപ്പുറം പോകുമ്പോ പ്ലസ് അപ്പുറം പോകുമ്പോൾ -6. ഓക്കെ, അപ്പൊ x = അടുത്ത എന്താണ്? *5 അല്ലേ. ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഈക്വലിന്റെ അപ്പുറം പോയാൽ ഡിവിഷൻ ആണല്ലേ. അപ്പം -6/5 ആണ് എന്താ x എന്ന് പറയുന്നത്. ഇനി വേറെ കണക്ക് നോക്കാം. 3x + 6 = 0. ഇതിന്റെ ആൻസർ എത്രയാണ് മക്കളെ? തന്നെ ഇതേപോലെ തന്നെ 3x എഴുതുന്നു, 6 അപ്പുറത്ത് കൊണ്ടുവന്ന് -6 ആവുന്നു. x അപ്പുറം വരുമ്പോ -6/3 ആവും. ഇത്ര -2 എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയോ? ഇതാണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ ഇതിന്റെ അപ്പുറമായിട്ട് വലിയ രീതിയിൽ എന്ത് വരില്ല, ചോദ്യങ്ങളൊന്നും വരില്ല കേട്ടോ. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചു എന്താണ്? ജനറൽ ഫോം എന്ന് പറയുന്നത് a² + bx + c = 0 എന്ന് പഠിച്ചു. ഇതിന്റെ എന്താണ് ഫോർമുല? ഫോർമുല എന്ന് പറയുന്നത് എന്താണ് പഠിച്ചു? ഫോർമുല എന്ന് പറയുന്നത് s = -b ± √of എന്താണ്? b² - 4ac / 2a. ഇതാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് -b എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആയെങ്കിൽ ഇപ്പൊ ബി ആണ്, ഇവിടെ കറക്റ്റ് ബി എടുത്തത്. ഇവിടെ -2 ആയെങ്കിൽ ഈ -2 മറ്റേ -2 കൂടെ എന്താ പ്ലസ് ആയി മാറും കേട്ടോ. ഇനി അതിന് എന്താണ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കാര്യം ബേസിക് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണത്? പ്ലസ് ആണ്. ഒരു മൈനസ് ഇൻറ്റു പ്ലസ് വന്നാൽ എന്തായിരിക്കും വന്നെ? മൈനസ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ പ്ലസ് ഇൻറ്റു മൈനസ് വന്നാൽ എന്തായിരിക്കും മക്കളെ തന്നെ? മൈനസ് ആയിരിക്കും
വരിക. ഓക്കെ, ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താണ്, മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സം ഓഫ് ഫ്രൂട്ട് കാണാൻ. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞാണ് എന്താ സം ഓഫ് ഫ്രൂട്ട് കാണാൻ ചോദിക്കും. സം ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രൂട്ടിന്റെ സം ആടല്ലേ മക്കളെ ചെയ്യേണ്ടത് അവിടെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരിക എന്ന് പറയുന്നത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ എന്നാണ് വരിക. ഈ ആൽഫ പ്ലസ് ബീറ്റയുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ. ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, മൈനസ് ബി ബൈ എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ സം ഓഫ് ഫ്രൂട്ട് കിട്ടും. അടുത്ത് നമുക്ക് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്. സം കണ്ടില്ലേ മക്കളെ, ഈ പ്രൊഡക്റ്റ് കണ്ടേ, പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. എന്തായിരിക്കും മക്കളെ പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ റൂട്ടിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് ഏതൊക്കെയാ, ആൽഫയും ബീറ്റയും ആണ് കേട്ടോ. അപ്പൊ എന്താണ് ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സി ബൈ എ ചെയ്താൽ മതി. സി ബൈ എ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ എന്താണ്, കൺസേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കൺസേർട്ട് ചെയ്യണം. അതിന് എന്തൊക്കെ മക്കളെ വേണ്ടേ, നമ്മൾ പഠിച്ചു പവർ 2 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെ. അപ്പൊ എന്താണ്, എക്സ് റൈസ് ടു സ്ക്വയർ ആണ് അല്ലെ. എക്സ് റൈസ് ടു സ്ക്വയർ നമുക്ക് രണ്ട് മോളിൽ കിട്ടി. അത് കഴിഞ്ഞ് മൈനസ് ഇടുക, എന്നിട്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് നോക്കിയേ, സം ഓഫ് ഫ്രൂട്ട്സ് എന്താണ് ഇൻറ്റു എക്സ് പ്ലസ് എന്താണ് മക്കളെ വരുന്നത്, ഇവിടെ എന്ത് വരും, സം ഓഫ് ഫ്രൂട്ട് നമ്മൾ എന്ത് ഇട്ടു, അടുത്ത് വരുന്ന പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട് ആണ് അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫോമിലേക്ക് ഏതാണ്, ഇതെന്താണ് ജനറൽ ഫോർമുലയാണ്, എ സ്ക്വയർ മൈനസ് എന്തിന്റെ സം ഓഫ് ഫ്രൂട്ടിന് നമ്മൾ ഇക്വേഷൻ ഇട്ടിട്ടുണ്ട് എന്താ, ആൽഫ പ്ലസ് ബീറ്റ ആണ്. അതുകൊണ്ട് ഇത് ആൽഫ പ്ലസ് ബീറ്റ ഇടാം, ഇൻറ്റു എക്സ് ഇടാം, പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട് എന്താ ആൽഫ ബീറ്റ അല്ലേ, ഈക്വൽ ടു 0 അല്ലേ മക്കളെ. ഇനി നമുക്ക് ഇത് വേറൊരു രീതി എഴുതില്ലേ മക്കളെ, എന്ത് എഴുതാൻ പറ്റേ, എ സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ അല്ലേ. അപ്പൊ മൈനസ് ബി ബൈ എ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്താണ് സി ബൈ എ അല്ലേ മക്കളെ, ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ കൺസേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പൊ മക്കളെ ഇവിടെ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലെക്ചർ നോട്ട്ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് ഇത് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടാം. ഈ മൈനസ് പ്ലസ് മൈനസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ എഴുതേണ്ട, അറിയില്ലാത്ത ഒരു രീതി വെച്ചോ. അതെങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയിൽ മലയാളത്തിൽ എഴുതിക്കുക, ക്ലാസ് പറഞ്ഞ് കേട്ടിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പറഞ്ഞ മനസ്സിലാക്കിയ രീതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഓക്കെ, അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും പിന്നെ നോക്കുമ്പോഴായിരുന്നു കേട്ടോ. അപ്പൊ ക്വാഡ്രാറ്റിക് കാര്യങ്ങൾ പറയാനുള്ള ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള. പിന്നെ എന്താണ്, ഇതിന്റെ നേച്ചേഴ്സ് കാണാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ വരണേ. പിന്നെ എന്താണ്, സിമുലേഷൻ, ലീനിയർ ഇക്വേഷൻ, ടു അൺനോൺസ്, എലിമിനേഷൻ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിനെ കുറിച്ചൊക്കെയാണ് പിന്നെ ചർച്ച ചെയ്യുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ എന്ത് പറയുന്നത്, ഇക്വേഷൻ എന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിലേക്ക് കടന്ന് നമുക്ക് ടെസ്റ്റും കൂടി വായിക്കണം. ഓക്കെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ശരീരത്തിന് എവിടെ നിന്നാ ചോദ്യം വന്നെന്ന് പറയാൻ പറ്റൂല അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഇത്ര കാര്യങ്ങൾ ഓർമ്മ വെക്കുക, ക്യൂബിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. നമുക്ക് കൂടുതൽ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കേട്ടോ. നമുക്ക് 36 പേജാണ് നമുക്കുള്ള ഇക്വേഷൻ എന്ന് ചാപ്റ്റർ വരുമ്പോ. ഇക്വേഷന്റെ അകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ 2 അൺനോൺസ്, മെത്തേഡ് ഓഫ് സോൾവിങ് 3 ലീനിയർ ഇക്വേഷൻ വിത്ത് 3 വേരിയബിൾസ്, ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ എന്താണ് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി ആണ് എന്ത്, ഇക്വാലിറ്റി ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് എന്ന് പറയുന്നത് എന്താണ്,
If the equality is true for certain value of variable involves, the equation is often called as a conditional equation. And equality sign equal to is used. While if the equality is true for all the values of the variable involves, the equation is called identity. Simple ആണ്. ഉദാഹരണത്തിന് ഇത് സോൾവ് ചെയ്യണം നമുക്ക്. X plus 2 divided by 3 plus x plus 3 divided by 2 equal to 3. Hold true only for x equal to 1. x 1 ആകുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ, ഇത് ഈക്വൽ ടു 3 എന്ന് പറയുള്ളൂ. ഇവിടെ എന്താണ്, ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ആണ്. ഓൺ അതർ ഹാൻഡ് നമുക്ക് അതർ ഹാൻഡിൽ എങ്ങനെ ചെയ്താ ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ് അല്ലെ. അപ്പം നമുക്ക് എങ്ങനെയാ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് എക്സിന് വാല്യൂ വന്നിട്ട് കൊടുക്കും. എക്സിന് വന്നിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഇതിന്റെ അകത്തേക്ക് വാല്യൂ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, determine the value of variable which safety is equation is called solution of the equation or root. And equation is the highest power of variable is one is called a linear equation. Equation highest power of variable is one ആണെങ്കിൽ അതിനെ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞു ലീനിയർ ഇക്വേഷന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പവർ 2 ആണ്, ക്യൂബിക് ഇക്വേഷന്റെ പവർ 3 ആണെന്ന് പഠിച്ചു അല്ലെ. There are also called equation of degree 1. ഇത് ലീനിയർ ഇക്വേഷൻ അല്ലെ സിമ്പിൾ ഇക്വേഷൻ, അതിന് മറ്റൊരു പേര് എന്താണ്, ഇക്വേഷൻ ഓഫ് ഡിഗ്രി 1. ഓക്കെ, അതും ഓമയ്ക്ക് MCQ വന്നാലോ. 2 or more linear equation involves 2 or more variable are called simultaneous linear equation. രണ്ടോ രണ്ടിലധികമായ ലീനിയർ ഇക്വേഷൻസോ രണ്ടോ രണ്ടിലധികമായ വേരിയബിൾസ് നമ്മൾ എന്ത് പറയും, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ അതെന്താണ് പറയുന്നത്, അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. നമ്മൾ പഠിച്ച പോലെ എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഡിഗ്രി 2 വരുമ്പോൾ ഹൈയസ്റ്റ് പവർ ആണ് വേരിയബിളിനും എന്ന് പറയുന്നത്, അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതേപോലെ ഡിഗ്രി ഇക്വേഷൻ 3 ആണെങ്കിൽ അത് ക്യൂബിക് ഇക്വേഷൻ ആണ്, നമ്മൾ പഠിച്ച പോലെ തന്നെ. അതിന്റെ ഓരോ എക്സാമ്പിളിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജോയിന്റ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ, ഇവിടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വരാനുള്ള കാരണം എന്താ മക്കളെ, എക്സ് വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട്, രണ്ടോ രണ്ടിലധികമായിട്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മളെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ അല്ലേ പറയുന്നത്. അതാണ് പറയാം. ആദ്യമേ പറയുന്നത് സിമ്പിൾ ഇക്വേഷന്റെ കാര്യമാണ്. സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് is one unknown x is the form of x plus b equal to 0 where a and b are known as then a constant അല്ലെ. a എന്ന് പറയുന്നത് നോൺ സീറോ ആണ് അല്ലെ. സിമ്പിൾ ഹാവ്സ് ഓൺലി വൺ. എന്താണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്, ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അത് എന്തുണ്ടാവുള്ളൂ, ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലോ അവിടെ 2 റൂട്ട്സ് ഉണ്ടാവും. ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിലോ 3 റൂട്ടും ഉണ്ടാവാം കേട്ടോ. അപ്പൊ ദേ ഇവിടെ ഈ തന്നേക്കര കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്താൽ എക്സസൈസ് ചെയ്ത് തീർന്നു. ഓക്കെ, എക്സസൈസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരിക എന്ന് പറയുന്നത് എന്താണ്, എക്സസൈസ് ബിക്കകത്തും അതിന്റെ അകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൂട്ടിയിട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ചാപ്റ്ററോട് തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം അല്ലെ. മക്കളിവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് ഈ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, മക്കൾ ഒരു മിനിറ്റ് ടഫ് വരാവേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ക്രീനിലേക്ക് ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ലോഡ് വല്ല കോൺസെപ്റ്റാ. നമുക്ക് അവിടെ തന്നെ ചെയ്ത് പോവായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഹെൽപ്പ് ഇവിടെയാണല്ലോ എന്ന് ഓർത്താണ്. അതെ, ഓക്കെ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം? അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കണേ എന്താണ് 4x മൈനസ് സോറി 4x ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഈക്വൽ ടു 40/50x പ്ലസ് 19/5 എന്നല്ല നമുക്ക് കിട്ടിയേക്കണേ അല്ലേ? അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എക്സിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അടിയിലേക്ക് എന്ത് ചെയ്യണം? 1 ഉണ്ടെന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ -1 അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെന്ത് ചെയ്താണ്? കൊണ്ടുപോയാണ് ചെയ്തേക്കണേ. നമുക്ക് എന്ത് ഇവിടെ തന്നെ വെച്ച് ചെയ്ത് നോക്കാം. 4x മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും ഈക്വൽ ടു 14/50x പ്ലസ് 19/5 എന്ന് വരും. കണ്ടല്ലോ മക്കളെ? ഇവിടെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -1 ഡിവൈഡഡ് ബൈ 3 എങ്ങനെ ഇവിടെ 3 വന്നെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ 1 ഉണ്ടെന്നുള്ള സങ്കല്പം നമ്മൾ കൊടുത്തു, അസംഷൻ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4x സോറി ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ഇത് ഓൾറെഡി അങ്ങോട്ട് കയറ്റി നമ്മൾ ചെയ്തു. 4x ഡിവൈഡഡ് ബൈ എന്താണ് 4x മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. കാരണം ഇവിടെ അടിയിൽ ഒന്നായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. കാരണം ഇവിടെ എന്താ ചെയ്തത്? 4x ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്ത് ഇങ്ങനെ എഴുതുക. ഇവിടെ നമുക്ക് അടുത്ത ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 4x മൈനസ് 3 4x മൈനസ് 3 ഈക്വൽ ടു എത്ര വന്ന മക്കളെ? ഈ 3നെ അപ്പുറം കൊണ്ടുപോയില്ലേ? അപ്പൊ 3 ഇൻറ്റു 14/15x പ്ലസ് 3 ഇൻറ്റു 19/5 ഇങ്ങനെ വരും. അതെന്തുകൊണ്ട് രണ്ടിടത്ത് 3 വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തപ്പോ 3 ബാക്കിൽ ഇട്ട് 40 ഡിവൈഡ് ബൈ 15x പ്ലസ് 19/5 ആണ് വരുന്നത്. അത് ഞാൻ ചെയ്തു ഡയറക്റ്റ് ഇങ്ങോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4x മൈനസ് 3 കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 3നെ 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 14 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഇപ്പൊ x ആയി പ്ലസ് ഈ 3 ഇൻറ്റു എന്ത് ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു 19 വരും അല്ലെ? 3 ഇൻറ്റു 90 എത്ര വരും? 57 വരും അല്ലെ? 57 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. 57 19 ഇൻറ്റു 3 57. സോ എന്ത് കിട്ടി? നമുക്ക് അവിടെ അതും കിട്ടി അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര ഏരിയ കിട്ടി. ഇത് കുറച്ച് ലോങ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ഞാൻ പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം മറ്റു രീതിയിലും പറഞ്ഞു തരാം കേട്ടോ. രണ്ട് രീതി പറഞ്ഞു തരുന്നുണ്ട്. 4x മൈനസ് 3 ഈക്വൽ ടു 40/5x പ്ലസ് 57 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലേ? കാൽക്കുലേറ്റർ ഉണ്ടായിട്ട് സോൾവ് ചെയ്തിട്ട് പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് 8 ലൈൻ മെത്തേഡ് ആയി കിട്ടും. അങ്ങനെയല്ല അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 14x പ്ലസ് 57 ഡിവൈഡ് ബൈ 5 എഴുതുന്നതുകൊണ്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ല. കാരണം രണ്ടിന്റെ ബേസ് ഒന്നാണ്. ഓക്കെ, എന്നിട്ട് ഈ 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 4x മൈനസ് 3 ആണ്. അപ്പൊ എന്താണ്? 5നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ ഈക്വലിന്റെ അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 5 ഇൻറ്റു 4x മൈനസ് 3 ഈക്വൽ ടു 14x പ്ലസ് 57 കിട്ടും. അപ്പൊ എത്ര വരും? 20x മൈനസ് 15 ഈക്വൽ ടു 14x പ്ലസ് 57 കിട്ടും. 20x അല്ലേ ഇവിടെ കൂടുതലാ? 20x ഇവിടെ 14x അല്ലേ? പ്ലസ് 14x ഈക്വലിന്റെ അപ്പുറം ഉണ്ടാവും മൈനസ് 14x ഈക്വൽ ടു 57 അല്ലേ മക്കളെ? ഈ മൈനസ് 15 അപ്പുറം കൊണ്ടുപോകത്തില്ലേ? അപ്പൊ എത്ര? 15 പ്ലസ് ആവും. ഇവിടെ എത്ര? 20ന് 14 കുറച്ച 6x 57 പ്ലസ് എത്രയാണ് മക്കളെ? 15 എത്ര വരും? 72 വരും അല്ലേ? 72.
ഓക്കെ 72 വരും. 72 വന്നു കഴിയുമ്പോൾ അത് ഡിവൈഡ് ബൈ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നേ? 6 ചെയ്യാൻ പറ്റുന്നേ. മക്കളെ ചെയ്യാൻ പറ്റുന്നേ. എന്ത് എക്സ് നിർത്തിക്കൊണ്ട് 72 ആണ് നമ്മൾ പഠിച്ചു. ഇൻറ്റു അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയി മാറും. അപ്പൊ എത്ര വരും? 12 എന്ന് ഉത്തരം കിട്ടും. എക്സ് ഈക്വൽ ടു 12 എന്നൊരു മെത്തേഡ് കിട്ടും. ഇതൊരു മെത്തേഡാണ്. ഓക്കെ, എന്താണ്? ഒരു മെത്തേഡാണ് കേട്ടോ. ഒരു മെത്തേഡ് നോക്കി മക്കളോട് ശ്രദ്ധിച്ച്. ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയത് ഇവര് ചെയ്തപ്പോ ഇവർക്ക് ഒറ്റ സ്റ്റെപ്പ് കിട്ടി അല്ലെ? ഒറ്റ സ്റ്റെപ്പ് ഇവര് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തു? ഈ -1 ഈക്വലിന്റെ അപ്പുറം കൊണ്ടുപോയി. കാരണം അങ്ങനെ ചെയ്യാലോ. അപ്പൊ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഡയറക്റ്റ് ഇവിടെ ഒരു വാല്യൂ കിട്ടി. അപ്പൊ ഇത് പിന്നെ എന്ത് ചെയ്താണ്? 19 + 5 ഡിവൈഡ് ബൈ 5 എന്നുള്ള കണക്ക് ഇവിടെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതേ സ്കോർസ് മൾട്ടി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ഈ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 12 ഉത്തരം. ഇതിപ്പോ ഞാൻ ചെയ്ത രീതി ആ രീതിയിലും ചെയ്യാം. അതല്ലെങ്കിൽ ഇവര് പറഞ്ഞേക്കണേ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് എന്തുണ്ട്? ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് നോക്കാം എങ്ങനെയാ ചെയ്യണമെന്ന് അല്ലെ? ഓക്കെ, ഇടയ്ക്ക് വെച്ച് എന്റെ ഇമേജ് എന്തോ സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, എക്സസൈസ് കൂടി ചെയ്ത് നോക്കാം അല്ലെ? നോക്കാം. എക്സസൈസ് ചെയ്യാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്ഥലം മതിയല്ല. അപ്പം നോക്കാം. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? മനസ്സിലാവാൻ പാടാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ വന്നേക്കണ കണക്ക് എക്സസൈസ് എയ്ക്കകത്ത് വന്നേക്കണേ -7x + 1 = 5 - 3x എന്നല്ലേ വന്നേക്കണം മക്കളെ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നുണ്ട്. ഒന്നെങ്കിൽ ട്രൈ ആൻഡ് എറർ ചെയ്ത് എന്ന് വെച്ചാൽ എക്സിന് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് 0 ആയി പോകണം. അതല്ലെങ്കിൽ ഈ കണക്കൊക്കെ -7x + 1 = 5 - 3x എന്നല്ലേ മക്കൾ വന്നേക്കണം. ഇവിടെ -7x അല്ലേ? ഇത് എക്സ് എപ്പോഴും പ്ലസ് തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പൊ ഈ 7x അപ്പുറം കൊണ്ടുപോയി. അപ്പൊ ഈ 5 ഇപ്പുറം കൊണ്ടുപോകും. അപ്പൊ എന്താണ്? +1 -5 ആയി പോയില്ലേ? എന്നിട്ട് ഇവിടെ എന്താണ്? ഈ -7x അപ്പുറം വരുമ്പോൾ +7x ആയി -3x. അപ്പൊ ഇവിടെ എത്ര? 4x. ഇവിടെ 1 - 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ -4 ആണ്. x = -4 ഡിവൈഡ് ബൈ 4 വരും. എത്ര വരും? -1 വരും. ആൻസർ ബി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ബി ആണ് എന്ത് മക്കളെ? കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ ആൻസർ വരുന്നത് -1 തന്നെയാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് x + 4 ഡിവൈഡ് ബൈ 4 + x - 5 ഡിവൈഡ് ബൈ 3 = 11 എന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നിങ്ങൾ ഈ എക്സിന് ഈ വാല്യൂസ് കൊടുക്കുക. 20 ഇട്ട് നോക്കുക. 20 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? അങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ പെട്ടെന്ന് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഏത് ചെയ്യാൻ സ്പീഡ് ഉള്ളവരാണ്, നിങ്ങൾക്ക് ഏത് ചെയ്യാൻ സ്പീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കണക്കായിട്ട് തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും മക്കളെ? ഇവിടെ x + 4 ഡിവൈഡ് ബൈ 4 + x - 5 ബൈ 3 = 11 വരും അല്ലെ? ഇവിടെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണക്കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ടൈം ആവില്ല. അത് മാത്രമല്ല ഇത് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കണക്സ് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാനുള്ളൂ. വലിയ ടഫ് ആയിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഈ സാധനം ടഫായിട്ട് തോന്നും. ഒന്നുമില്ല മക്കളെ. ഇത് നിങ്ങൾ ബാക്കിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്ത് ചെയ്യാം? ജസ്റ്റ് വാട്സ്ആപ്പ് അന്ന് താഴെ കമ്മി ചെയ്താൽ നമുക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐഡിയ കിട്ടും. അതിനു വേണ്ടി ജസ്റ്റ് റഫായിട്ട് എടുത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, അല്ല ഒത്തിരി ടൈം വരും. നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഞാൻ നേരത്തെ ആളുകൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് പിന്നെ അടി രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ മക്കളെ ചെയ്യണ്ടേ? 3 ഇടുക, 3x + 4 വരും. പിന്നെ പ്ലസ് ഇടുക, പിന്നെ എന്താ 4 × x - 5 വരും ഡിവൈഡ് ബൈ 3 × 4 അല്ലെങ്കിൽ 4 × 3 മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ എന്താണ്? 1 × 2 = 2 × 1 ആണ്. വിഷയമില്ല. ഓക്കെ, അതുകൊണ്ടാണ്
ഈക്വൽ ടു 11 കിട്ടി. ഈക്വൽ ടു 11 കിട്ടി. നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, ഇവിടെ ആണെങ്കിലേ ഇത് വീണ്ടും നമുക്ക് ക്രോസ് ചെയ്യാം. ഈ 11 എന്ന് പറയുന്ന അടിയിൽ 1 ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3x plus 4 plus 4 into x minus 5 equal to എത്രയാ? 5 equal to 11 into 3 into 4 എന്ന് കിട്ടും. കിട്ടൂല മക്കളെ? ഇനി ഇത് ബാക്കിട്ട് ഓപ്പൺ ചെയ്യുന്ന മക്കളെ, ഇവിടെ 3x കിട്ടും പ്ലസ് 3 into 4 എത്രയാ? 12 പ്ലസ് 4 into x 4x മൈനസ് 4 into 5 minus 20 അല്ലേ? ഈക്വൽ ടു 11 into 12 എന്ന് കിട്ടും. അങ്ങനെ എത്ര മക്കൾ കിട്ടാൻ? ഇവിടെ 3x 4x ഉണ്ട്. അപ്പൊ 7x പ്ലസ് 11 ഉണ്ട് മൈനസ് 20 ഉണ്ട്. അപ്പൊ എത്ര വരും? മൈനസ് 8 വരും അല്ലെ? 20ന് 12 കുറച്ച, അല്ലെങ്കിൽ 12ന് 20 മൈനസ് 20 കുറച്ച മൈനസ് 8 കിട്ടും. മൈനസ് ആണ് ആൻസർ. ഈക്വൽ ടു എത്രയാണ്? 11 into 12 എത്രയാ? 132 ആണ് വരുന്നത്. അപ്പൊ അടുത്ത് 7x ഈക്വൽ ടു 132. ഈ മൈനസ് 8 അപ്പുറം കൊണ്ടുപോകും പ്ലസ് 8 ആയി. അപ്പൊ എത്ര വരും മക്കളെ? 7x ഈക്വൽ ടു 114 കിട്ടും. അപ്പൊ x ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 7 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ? 20 എന്ന് ഉത്തരം കിട്ടും. കാൽക്കുലേറ്റർ ചെയ്താൽ എത്ര? ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓരോ ഉത്തരങ്ങളും ഈസി ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഞാൻ ഒത്തിരി ഇട്ട് പഠിപ്പിക്കുന്നില്ല, ഒത്തിരി ഇട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻ ഏരിയ എന്ന് പറയുന്നത് ഈസിയാണ്. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ ഒക്കെയാണ് കൂടുതലായിട്ട് ടഫ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഓക്കെ മക്കളെ, നമ്മുടെ എന്താണ് CA ഫൗണ്ടേഷന്റെ ഫുൾ ക്ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫുൾ ക്ലാസ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഏത് നമ്പറിലേക്ക്? 8921240354 എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഏത് ക്ലാസ് ആണ് വേണ്ടത് പറയാം. നിങ്ങൾ പറയുമ്പോൾ എന്ത് വേണം? നിങ്ങൾ CA ഫൗണ്ടേഷൻ റിപ്പീറ്റർ ആണോ ഫ്രഷർ ആണോ എന്ന് പറയണം. ഓക്കെ, അതനുസരിച്ച് എന്താ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ് നൽകും. നമ്മൾ ഇതാണ് പ്ലാൻ ചെയ്തത്, അങ്ങനെ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനാണ്. ഓക്കെ, കാരണം അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. നമുക്ക് കുറച്ച് കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കണ്ടു തീർക്കാൻ പറ്റും. അങ്ങനെ എന്താണ് കാണാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു പ്ലാൻ തരും, ഒന്നെങ്കിൽ നിങ്ങൾ ആ പ്ലാൻ വഴി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കൃത്യമായിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ പോവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മാത്സിന്റെ പേപ്പർ മാത്രം വേണോ? നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി. ലോയുടെ പേപ്പർ മാത്രം വേണോ? കോൺടാക്ട് ചെയ്താൽ മതി. അക്കൗണ്ട്സിന്റെ പേപ്പർ മാത്രമായിട്ട് വേണോ? കോൺടാക്ട് ചെയ്താൽ മതി. എക്കണോമിക്സ് മാത്രമായിട്ട് കൊടുക്കുന്നില്ല. എക്കണോമിക്സ് എന്ത് ചെയ്യുള്ളൂ? കോംബോ പാക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. കോംബോ പാക്കിന്റെ കൂടെ മാത്രമേ എന്തുള്ളൂ? എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉള്ളൂ. ഓക്കെ, നമ്മൾ ഫാസ്റ്റ് ട്രാക്കിന്റെ അകത്തേക്ക് എക്കണോമിക്സ് കൊണ്ടുവന്നില്ല. കാരണം എന്താണ്? അത് നിങ്ങൾ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി എക്കണോമിക്സിൽ. പക്ഷെ മറ്റേത് മൂന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്താലും മതിയാവാത്തൊരു സംഭവം തന്നെയാണ് മാത്സ്, അക്കൗണ്ട്സ്, ലോ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് കൊടുക്കുന്നത്. ഓക്കെ, എക്കണോമിക്സ് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ക്ലാസ്സസ് ഫുൾ ആയിട്ട് കിട്ടാണ്. റിവിഷൻ ക്ലാസ്സസ്, അതല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് എന്തിനാണ് കോൺടാക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം? നല്ല ബഡ്ജറ്റ് ഫുള്ളി ആയിട്ടാണ് പ്ലാൻസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തേക്കണം കേട്ടോ. നമുക്ക് CA ഫൗണ്ടേഷന്റെ റെഗുലർ ബാച്ചിന് തന്നെ ഫീസ് എന്ന് പറയുന്നത്, റെഗുലർ ബാച്ചിന് കേട്ടോ, റെഗുലർ ബാച്ചിന് തന്നെ ഫീസ് തന്നെ വെറും 15,000 രൂപ, 30,000 രൂപ വരെ തന്നെയാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് പ്ലാൻ കിട്ടും. പേഴ്സണലൈസ്ഡ് പ്ലാൻ കിട്ടും, സ്റ്റഡി പ്ലാൻ കിട്ടും. അതേപോലെ തന്നെ പേഴ്സണൽ കൗൺസിലിംഗ് കിട്ടും. പേഴ്സണൽ കൗൺസിലിംഗ്. ഓക്കെ, ഈ പേഴ്സണലൈസ്ഡ് പ്ലാനിന്റെ അകത്ത് തന്നെ ടൈം മാനേജ്മെന്റ് കുറച്ച് പോർഷൻസ് ഉണ്ടാവും. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന എത്രയാണ്? 1,900 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിലെ ഫുൾ ഡീറ്റെയിൽസ് ടൈം മാനേജ്മെന്റ് ഫുൾ സ്റ്റുഡൻസിന് ഉണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് പേഴ്സണലി പ്ലാൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നടക്കും. ഓക്കെ, പിന്നെ എന്താണെങ്കിലും നിങ്ങളുടെ സ്റ്റഡി പ്ലാനും കൂടി നിങ്ങൾ ഏതൊക്കെയാണ് ഫോളോ ചെയ്ത് പഠിക്കേണ്ടത്.
ഓക്കെ, നിങ്ങളുടെ വീക്ക്നെസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ജസ്റ്റ് തരുമ്പോഴേ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് വരികയല്ല ചെയ്യണേ. നിങ്ങൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമൈസ്ഡ് ക്വസ്റ്റ്യനിൽ കൂടെ നിങ്ങളെ കടത്തി വിട്ട ശേഷം നിങ്ങളുടെ എബിലിറ്റി മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് റിപ്പീറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം റിപ്പീറ്റേഴ്സിന് ഇത്തരത്തിലാണോ വരാൻ ചോദിച്ചാൽ റിപ്പീറ്റേഴ്സിന് ഇത്തരത്തിലല്ല. കാരണം നിങ്ങൾക്ക് സിംഗിൾ ഓരോ പേപ്പറിലും എന്താണ് റിപ്പീറ്റേഴ്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മളനുസരിച്ചുള്ള ഫീസ് പറയാട്ടോ റിപ്പീറ്റേഴ്സിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു.